നമസ്കാരം. ഇടുക്കി ജില്ലയെ ഭീതിയിലാഴ്ത്തി കാട്ടുമൃഗങ്ങൾ നാട്ടിൽ വിലസുന്നു. കാട്ടാനകളാണ് കൂടുതലായും ജനത്തിന്റെ പേടി സ്വപ്നമായി മാറുന്നത്. വനത്തിനോട് ചേർന്ന മേഖലയിൽ ഇന്നലെ 6 കാട്ടാന ഇറങ്ങി. പടയപ്പ ഇന്നലെയും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ദേവികുളം എസ്റ്റേറ്റിലെ മിഡിൽ ഡിവിഷനിലാണ് 2 ദിവസമായി പടയപ്പയുടെ വാസം. ചിന്നക്കനാൽ സിങ്കുകണ്ടത്ത് കൂനമാക്കൽ മനോജ് മാത്യുവിന്റെ വീടിന് നേരെ ഇന്നലെ പുലർച്ചെ 4-ന് ചക്കക്കൊമ്പന്റെ ആക്രമണമുണ്ടായി. വീടിന്റെ ഭിത്തിക്ക് വിള്ളൽ വീണു, സീലിംഗ് പൊട്ടിവീണു. ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം ചൊവ്വാഴ്ച രാത്രി 7-ന് ഇറങ്ങി ഗിരിജൻ സൊസൈറ്റിയുടെ പലചരക്ക് കട തകർത്തു. സാധനങ്ങൾ വലിച്ച് പുറത്തിട്ടു. കഴിഞ്ഞ 13-ന് രാത്രിയിലും കാട്ടാനക്കൂട്ടം ഈ കട തകർത്ത് 7 ചാക്ക് റേഷനരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തിന്നു നശിപ്പിച്ചിരുന്നു. സൈലന്റ് വാലി എസ്റ്റേറ്റിലെ 23-ാം നമ്പർ ഫീൽഡ്, കുണ്ടള എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലും ജനവാസ മേഖലകളിൽ ഇന്നലെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ജനങ്ങളെ ആശങ്കയിലാക്കി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറ 6-ാം മൈലിന് സമീപം 2 ദിവസമായി പാതയോരത്ത് കാട്ടാനക്കൂട്ടം തുടരുകയാണ്. ഇന്നലെ പുലർച്ചെ 3-ന് 6-ാം മൈൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപവും കാട്ടാനകളെ കണ്ടു. ഇതിനു പുറമെ തലയാറിൽ കടുവ പശുവിനെ കൊന്നു തിന്നു. അതേസമയം റാന്നിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയെ വനത്തിലേക്ക് തിരിച്ചോടിക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർക്ക് പരുക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ വടശ്ശേരിക്കര ബൗണ്ടറിക്ക് സമീപമാണ് സംഭവം. വടശ്ശേരിക്കര ചെമ്പരത്തിമൂട്ടിൽ മഞ്ജുഭവനിൽ എം മജീഷ്, പനച്ചിക്കൽ രതീഷ് എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇരുവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മജീഷിന്റെ നട്ടെല്ല് പൊട്ടി. രതീഷിനെ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. 8 മണിയോടെ കാട്ടാന ഇറങ്ങിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ സന്ദേശമെത്തി. ബൗണ്ടറിക്ക് സമീപം തിരഞ്ഞെടുപ്പ് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ജോർജ് കുട്ടി വാഴപ്പിള്ളയിടത്തും കൂട്ടരും സ്ഥലത്തെത്തി. സംഭവം അറിഞ്ഞ മജീഷും രതീഷും അടക്കം മറ്റു കുറേ പേരും വന്നു. റബ്ബർ തോട്ടത്തിലെത്തിയ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നാട്ടുകാർ ബഹളം വയ്ക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായി MR സ്കൂൾ റോഡിലൂടെ കാട്ടാന നാട്ടുകാർക്ക് നേരെ പാഞ്ഞെത്തി. നാട്ടുകാർ ഇരുവശങ്ങളിലേക്കും ഓടി രക്ഷപ്പെട്ടു. മജീഷ് വശത്തെ താഴ്ചയിലേക്ക് ചാടി. ആനയും ഇതേ വഴിയിലൂടെയാണ് വനത്തിലേക്ക് ഓടിയത്. ആന ദേഹത്ത് തട്ടിയതായി മജീഷ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെയും ഈ സമയം സ്ഥലത്തെത്തിയ വടശ്ശേരിക്കര റേഞ്ച് ഓഫീസർ KV രതീഷിന്റെയും നേതൃത്വത്തിലാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്.